കുടുംബശ്രീ സംരംഭകരുടെ വൈവിധ്യങ്ങളായ ഭക്ഷ്യവിഭവങ്ങൾ ഇനി ആർക്കും രുചിച്ചറിയാം. ഭക്ഷ്യമേഖലയിൽ പുത്തൻ ഉണർവ് നൽകുന്നതിനും പരമ്പരാഗത നാടൻ വിഭവങ്ങൾ തനത് രീതിയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി ഫെബ്രുവരി 17 വരെ ഫോർട്ട് കൊച്ചിയിൽ കുടുംബശ്രീ ഭക്ഷ്യ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചു. മേളയുടെ ഉദ്ഘാടനം കൊച്ചി ഡെപ്യൂട്ടി മേയർ KA അൻസിയ നിർവഹിച്ചു. വ്യത്യസ്തങ്ങളായ നൂതന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ് കുടുംബശ്രീ കൂട്ടായ്മ. കുടുംബശ്രീയുടെ ഉപജീവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഭക്ഷ്യമേഖലയിലെ ഇടപെടലുകളാണ്. ഈ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകുന്നതിനായി കുടുംബശ്രീ മിഷൻ എറണാകുളം ജില്ലാ നബാർഡിന്റെ സഹകരണത്തോടുകൂടി ഫോർട്ട് കൊച്ചിയിൽ ഭക്ഷ്യ ഉൽപ്പന്ന പ്രദർശന വിപണനമേള ആരംഭിച്ചു. രുചിയുടെ മാന്ത്രികത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തനത് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംരംഭ യൂണിറ്റുകളുടെ ഉൽപ്പന്ന വിപണനമേളയും ഉണ്ടാകും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഉദ്ഘാടനം കൊച്ചി ഡെപ്യൂട്ടി മേയർ KA അൻസിയ നിർവഹിച്ചു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ കൗൺസിലർമാരും കൗൺസിലും എല്ലാം കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പിന്തുണ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ കൂട്ടായ്മയായി നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് മാസങ്ങളിൽ ഡിസംബർ മാസത്തിൽ സഞ്ചാമേള ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. 3 CDSും കൂടി വളരെ മനോഹരമായി പാട്ടും ഡാൻസും എല്ലാം കൊണ്ട് നമുക്ക് ഉദ്ഘാടന പരിപാടി മാത്രം അധികം വലിയൊരു ചടങ്ങായി വെക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും സമാപന സമ്മേളനം നമ്മുടെ MLAയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കേക്ക് എല്ലാം മുറിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പരിപാടി നടത്തിയത്. ഡിവിഷൻ കൗൺസിലർ ആന്റണി കുരീത്തറ ചടങ്ങിൽ അധ്യക്ഷനായി. നമുക്കറിയാം, ഞാനിപ്പോൾ നേരത്തെ ഡെപ്യൂട്ടി മേയറുടെ അടുത്ത് പറയുകയായിരുന്നു, കുടുംബശ്രീ കഫേ ഒരെണ്ണം 1-2 എറണാകുളത്തുണ്ടായിരുന്നു. നമ്മൾ നമ്മളുടെ ഹോട്ടൽ തുടങ്ങിയോടുകൂടെ അവർ ഊട്ടി പോകേണ്ട അവസ്ഥയിലൊക്കെ ആയി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഇതേപോലെ ഒരെണ്ണം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുടുംബശ്രീ കഫേയുടെ 2-3 ചേച്ചിമാരവിടെ നമ്മുടെ ഈ സൈഡിൽ ഹോട്ടൽ നടത്തുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗമാണത്. അപ്പോൾ അവർ നല്ല രീതിയിൽ കൊണ്ടുനടപ്പുണ്ട്. കോവിഡ് സമയത്തൊക്കെ നമ്മളെ സഹായിച്ച വ്യക്തികളാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരെ ഉപദ്രവിക്കരുതെന്ന് ഞങ്ങൾ പ്രത്യേകം കഴിഞ്ഞ കൗൺസിലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എറണാകുളത്തുള്ള കടകൾ മുഴുവൻ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ലുല്ലു വന്നതോടുകൂടെ കച്ചവടക്കാരെല്ലാം പട്ടിണിയിലാണ്. കംപ്ലീറ്റ് ആളുകൾ ഇപ്പോൾ എല്ലാവരും പോകുന്ന അത്തരം മാളിലേക്കാണ്. അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. പക്ഷെ നമ്മൾ ചെറിയ ആൾക്കാരെയും കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ആളുകളെ കൂടെ നിർത്താൻ സാധിക്കുകയുള്ളൂ. വലിയ ആളുകൾ വന്ന് കച്ചവടം നടത്തി പോകും, പക്ഷേ നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾ പട്ടിണിയിലാവും. അപ്പം അത് വരാൻ പാടില്ല. അത് വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റജീന TM സ്വാഗതവും കൊച്ചി വെസ്റ്റ് CDS ചെയർപേഴ്സൺ നബീസ ലത്തീഫ് നന്ദിയും രേഖപ്പെടുത്തി. കൊച്ചി നഗരസഭാ കൗൺസിലർ ഷീബാലാൽ, നബാർഡ് DDM അജീഷ് ബാലു CJ എന്നിവരാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. ഈസ്റ്റ് CDSലെ മിനി ജോഷി മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി. മേളയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ നിഷ ചന്ദ്രൻ, സന്തോഷ് MD, സെയ്തു മുഹമ്മദ്, അനുമോൾ KC, കൊച്ചി ഈസ്റ്റ് CDS ചെയർപേഴ്സൺ മിനി ജോഷി, സൗത്ത് CDS ചെയർപേഴ്സൺ ലതാ ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.